പറഞ്ഞപ്പോഴേ ആരും സ്കിപ്പ് ചെയ്ത് പോലെ 93,000+ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ അക്കൗണ്ട് ഒരു നിമിഷത്തിൽ ഇല്ലാതായി. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത് ഞങ്ങളുടെ അക്കൗണ്ടാണ്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി. ഞാൻ അമ്മയുടെ അടുത്തില്ല, ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ്. അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. പിന്നെ നന്ദന ഇവിടെ നിന്ന് അങ്ങ് പാരിപ്പള്ളി പോയേക്കാണ്. അപ്പോൾ അവൾ ഇവിടെ നിന്ന് അങ്ങ് പോയതിന് ശേഷം നമ്മളെ ഇൻസ്റ്റാഗ്രാം സസ്പെൻഡ് ചെയ്തേക്കാണ്. അതവർ ഡിലീറ്റ് ചെയ്തെന്നാണ് പറയണത്. പിന്നെ നമ്മൾ ഒരു വർഷം കൊണ്ട് അത്രയും ഊണും ഉറക്കവും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. പിന്നെ അവൾക്ക് ഉറക്കം പോലും ഇല്ല, കണ്ണ് വരെ വയ്യാതായാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് 1,00,000 പേര് വരെ ആയെന്നാണ്. ഒത്തിക്കൂടെ ഉള്ളായിരുന്നു 1,00,000 ആവാൻ. എല്ലാം ഇങ്ങനെ ആയി, നമ്മൾ നല്ലപോലെ ആക്കിക്കൊണ്ട് വന്നതാണ്. അതിങ്ങനെ പോയി. പക്ഷേ എല്ലാവരും ഇനി ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയാലേ പറ്റുള്ളൂ. ആ പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് പഴയതുപോലെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അപ്പോൾ അമ്മയുടെ റിയാക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത അക്കൗണ്ട് ഒരു നിമിഷത്തിൽ പോയെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എൻ്റെ ഐഡൻറ്റിറ്റി പോലെ തോന്നിയിരുന്ന ഒരു അക്കൗണ്ടാണ് പോയത്. എനിവേ നമ്മൾ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പുതിയ അക്കൗണ്ട്. എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഞങ്ങൾ തുടങ്ങുകയാണ് 0-ൽ നിന്ന്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.